ഇന്ന് നമുക്ക് വേനൽക്കാലത്തെ വാട്ട് വി ഈറ്റിന് ഡേ എടുത്താലോ? ഓ കഴിക്കണമെന്ന് തന്നെ ഇല്ല. ഇതൊക്കെ കണ്ടോ, ഓയിൻമെന്റ് ഒക്കെ തൂത്തേക്കുക, ചുടൂര് പൊങ്ങണേ. ആരും ഒന്നാള് ചോദിച്ചു മുടി പൊഴിയുണ്ടോ? അത് അപ്പന്റെ അമ്മയുടെ ഒക്കെ അല്ലേ കൂടുതലും മക്കൾക്ക് കിട്ടണത്. അതെന്നാന്ന് ചോദിച്ചാൽ വേറെ അയൽവക്കത്തുള്ളവരെ കിട്ടൂല. ഗുഡ് മോർണിംഗ് മന്ദാകിനി. 12 മണിയായി. ഗുഡ് മോർണിംഗ് അല്ല. പോക്കറ്റ് തുറന്ന് നോക്കിക്കേ. വീഴുമില്ലെന്ന് പറഞ്ഞ വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓ എനിക്ക് അതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് അത്താഴം ഉണ്ണോന്നില്ല, പക്ഷെ അത്താഴം ഉണ്ടില്ലെങ്കിൽ ആകെ കിടപ്പ്. വലിയ സന്തോഷത്തിലാണല്ലോ. സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കാൻ തുടങ്ങും. അതാ ഇന്ന് നമുക്ക് വേനൽക്കാലത്തെ വാട്ട് വി ഈറ്റിന് ഡേ എടുത്താലോ? ഓ കഴിക്കണമെന്ന് തന്നെ ഇല്ല. എടുക്കാം, എന്റെയും കൂടി എടുക്കാം, നമ്മുടെ ഒരുമിച്ച്. നിന്റെ പുട്ട് ഇതിലേക്ക് എടുക്കാം. എനിക്കും പുട്ടാണോ? അരിപ്പുട്ടും കടലക്കറിയും, വെളുത്ത കടല. അതുകൊണ്ട് അതങ്ങ് തിരിട്ടെന്ന് ഓർത്താ കടല ഇരിക്കും. ഞാൻ വേറെ എന്തെങ്കിലും വ്യത്യസ്തമായത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പൊ ഇരിക്കണ്ട, മണി 9:30 ഇനി ഇരിക്കണ്ട, നിന്നാ മതി. ഇനി ഉച്ചത്തേക്കുള്ളത് നോക്കണം. അത് കഴിഞ്ഞ സമയമില്ല, ഫുൾ ബിസിയാണ് രാവിലെ. ഇതൊക്കെ കണ്ടോ, ഓയിൻമെന്റ് ഒക്കെ തൂത്തേക്കുക, ചുടൂര് പൊങ്ങണേ. എല്ലാ വർഷവും ഉള്ള ഓയിൻമെന്റ് തൂത്തിട്ടേക്കോ ഞാൻ കയ്യിലൊക്കെ, കഴുത്തിന്റെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങും. അതുകൊണ്ടാ മുടി ഇങ്ങനെ ചുരുട്ടിക്കെട്ടി വെച്ചേക്കണേ. ആരും ഒന്നാള് ചോദിച്ചു മുടി പൊഴിയുണ്ടോന്ന്. മുടി വേനലായത് കൊണ്ട് കുറച്ചൊക്കെ പൊഴിയുണ്ട് എന്ന് വിചാരിച്ചങ്ങനെ കുഴപ്പമില്ലട്ടെ. ഞാൻ വലിച്ചു മുറുക്കി പിന്നേച്ച് ഇങ്ങനെ കുത്തി കടത്തി വെക്കണം. അപ്പൊ ഈ വലിച്ചു മുറുക്കി പിന്നുമ്പോ തിക്നെസ് ഇങ്ങനെ മുറുകി ഇരിക്കുമ്പോ തോന്നണതാ കുറച്ചൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അങ്ങനെ വലിയ പൊഴിയലില്ല കേട്ടോ. ഉണ്ട്. നോയമ്പ് പ്രമാണിച്ച് ഇച്ചിരി ഭക്ഷണമൊക്കെ കുറച്ചേ ഉണ്ടാവും. ഇച്ചിരി ഭക്ഷണം അല്ല, നല്ല ഭക്ഷണം കുറച്ചു. പിന്നെ നോയമ്പ് വീടിയിട്ടും ചൂടായതുകൊണ്ട് ഇൻടേക്ക് വേണമെന്നില്ല നമുക്ക്. അപ്പൊ അതിന്റെയൊക്കെ കുറവുകൾ ചിലപ്പോ ഉണ്ടാവും. വേനൽക്കാലത്തല്ലെങ്കിലും ഈ തലയ്ക്കുമൊക്കെ ചൂടല്ലേ മൊത്തം. അപ്പൊ പിന്നെ തണുത്തിരുന്നാലല്ലേ ഇതിനൊക്കെ കിളിർക്കാനൊരു എനർജി ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊക്കെയാണ് വിഷയം. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കേട്ടോ. കഴിക്കണ്ടെന്ന് തോന്നിയിട്ടുള്ള ഇതാ, വേറെ അസുഖത്തിന്റെ ഒന്നും അല്ല. അപ്പൊ നമുക്ക് ഏതായാലും പറഞ്ഞു നിൽക്കാതെ ഭക്ഷണം കഴിക്കാം. മണി 9:45. ഇന്ന് ഏതായാലും കുറെ വ്യത്യസ്തമായ ഫുഡൊക്കെ കഴിക്കും. വേനൽക്കാലം അല്ലേ, കോൾഡ് കോഫി ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട്. അല്ല, ഞാൻ കുടിക്കൂല അതൊന്നും. കോൾഡ് കോഫി പറ്റി അമ്മ തിരിഞ്ഞു നോക്കൂല. ഞാൻ കഴിക്കാൻ എടുക്കട്ടെ. ഞാനും അപ്പയാണ് അതിന്റെ ആരാധകൻ. ഇന്നലെ അപ്പയ്ക്ക് കൊടുത്തിട്ട് വലിയ ഇഷ്ടമായി. അപ്പയ്ക്ക് അത് ഇഷ്ടമല്ലെങ്കിലും ചോക്ലേറ്റ് അപ്പയ്ക്ക് താല്പര്യം. അങ്ങനെയുള്ള അത് ചോക്ലേറ്റ് അല്ലെന്നേ, അത് കോൾഡ് കോഫി. അല്ല, ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ള സംഗതികളൊക്കെ താല്പര്യമാണ്. അതൊക്കെ ഇഷ്ടമാണ്. എന്താണോ എനിക്കും അതേ ടേസ്റ്റിലേക്ക്. അത് അപ്പന്റെ അമ്മയുടെ ഒക്കെ അല്ലേ കൂടുതലും മക്കൾക്ക് കിട്ടണത്. അതെന്നാന്ന് ചോദിച്ചാൽ വേറെ അയൽവക്കത്തുള്ളവരെ കിട്ടൂല. അവനവന്റെ വീട്ടിലുള്ളതും അവനവന്റെ ഗ്രാൻഡ് പേരൻസിന്റെ ഒക്കെ മക്കൾക്ക് കിട്ടണത്. അത് കൊള്ളാം. അല്ലാതെ പിന്നെ വേറെ എല്ലാവരുടെ ആണോ കിട്ടണത്? വെളുത്ത കടലയും അരിപ്പുട്ടും. അപ്പയ്ക്ക് അത്ര പ്രിയ അല്ല. കുറച്ച് കഴിച്ചു, കുറച്ച് പഴം കൂട്ടിയാ കഴിച്ചത്. ഇനി കഴിക്കട്ടെ കേട്ടോ. നീ ഇച്ചിരി കഴിഞ്ഞിട്ടാണുള്ളൂ. അതെ, വെള്ളമൊക്കെ കുടിക്കാനുണ്ട്. അപ്പൊ ചൂടോടുകൂടി ഇരുന്നോളൂ. അതില് മരക്കെ എടുത്ത് വെക്കട്ടെ. അല്ല, ഇങ്ങോട്ട് വെക്കട്ടെ. പാനും ഒക്കെ ഇത് വെച്ചാൽ ഞാൻ അപ്പറേ ഇരിക്കണത്. പുട്ടും കടലക്കറിയും. വേനൽക്കാലത്ത് അമ്മ ചായയും കാപ്പിയും കുടിക്കാറില്ലേ എന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. കാരണം അത് നമ്മുടെ വാട്ട് വി ഈറ്റിന് ഇടയിൽ അധികം അങ്ങനെ കാണാറില്ല. കുടിക്കാറില്ല. വൈകുന്നേരം ചായ കുടിക്കും, രാവിലെ കുറവാ. രാവിലെയോന്ന് ചോദിച്ചാൽ ചില ദിവസം കുടിക്കണത് ഇഷ്ടമാണ്, ചില ദിവസം കുടിക്കൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റ് വരുമ്പോഴേ ചൂടാ. വൈകുന്നേരം ഒരു ചായ കുടിക്കുക, അല്ലെങ്കിൽ പിന്നെ തീരെ എനർജി ഇല്ലാതെ പോകും. പിന്നെ ഇഷ്ടംപോലെ വെള്ളം കുടിക്കും, സംഭാരം ഇങ്ങനെ കുടിക്കാറുണ്ട് കേട്ടോ. എല്ലാവർക്കും വേനക്കുള്ളതാണ്, എനിക്ക് മാത്രമല്ല. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാ വ്യക്തികൾക്കും വേനക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്കും അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് മാത്രമേ പറയാനുള്ളൂ, അല്ലാണ്ട് കൂടുതലൊന്നുമില്ല. പിന്നെ വെയിലായതുകൊണ്ട് പുറത്തേക്കൊന്നും പോക്കില്ലല്ലോ, യാത്രകൾ വളരെ കുറവാണ്. നല്ല കടല, പുതിയ ചെണ്ട മസാല ഇട്ടേക്കണം, ഹോം മെയ്ഡ്. ഞാൻ ദേ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കുടിച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വേണം ഇനി ഭക്ഷണമൊക്കെ കഴിക്കാൻ. വെള്ളം കുടിക്കാനെന്ന് വെച്ചിട്ട് ലേറ്റ് ആയിപ്പോയി. രാവിലെ ഞാൻ കാപ്പി ചായ ഒന്നും ഇപ്പം കുറേ നാളുകളായിട്ട് കുടിക്കാറില്ല. സമ്മറായതൊന്നും ഒട്ടുമില്ല. പകരം വെള്ളമാണ് കുടിക്കുന്നത്, ചെറു ചൂടുവെള്ളം.
നമ്മുടെ വാട്ട് വി ഈറ്റിന്റെ ഡേയിൽ അമ്മ ആരോടും മിണ്ടാതെ പലതും കഴിച്ചോണ്ടിരിപ്പുണ്ട് കേട്ടോ അവിടെ. വേറെ ഒന്നുമല്ല, മാങ്ങയുടെ ഇതെടുത്തപ്പോൾ ഞാൻ അതിൻ്റെ തൊലി ഒരെണ്ണെടുത്ത് വയൽ വെച്ച് ചവച്ചതാണ്. നല്ല നല്ല സ്മെല്ല് നാട്ടുമാങ്ങയുടെ ഇതായതുകൊണ്ട് നല്ല രുചിയുണ്ട്. ചെനക്കുത്തുമൊക്കെ. മാമ്പഴം സ്റ്റോർ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഒരു 5-6 മാസത്തേക്കൊക്കെ. അതെ, അത്രയും പുട്ട് എനിക്ക് ഇച്ചിരി കൂടുതലാണ്. അത് ഞാൻ ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ അങ്ങ് കണ്ണയിൽ നിന്ന് എടുത്തു പോയി ഒരു സോസറിലേക്ക് മാറ്റിയേരെ. അത് എന്റെ അളവല്ലല്ലോ, അമ്മ അറിയാതെ ഇട്ടതാണ്. അറിഞ്ഞോണ്ടൊക്കെ ആയിരിക്കും. അറിഞ്ഞോണ്ടൊന്നുമല്ല. തിന്നുവാണെങ്കിൽ തിന്നോട്ടെ എന്നായിരിക്കും അമ്മ ഉദ്ദേശിക്കുന്നത്. അത്രയും തിന്നൂലെന്ന് അറിയാം, പക്ഷെ പൊടി ഉണ്ടായിരുന്നു അങ്ങ് നനച്ചു പോയതാ. അത് കഴിഞ്ഞിട്ട് വേണം മാമ്പഴം തിന്നാൻ. മാമ്പഴം തിന്നുമ്പോ വേണം നിങ്ങളെ കൊതിപ്പിക്കാൻ. ഞാൻ കഴിച്ചേച്ച് വരുന്നിടത്തേക്ക് തൊലി കളഞ്ഞാൻ വെക്കാം. ചൂട് വളരെ കൂടുതലായതുകൊണ്ട് ഇപ്പോൾ പൊതുവേ ഭക്ഷണം കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഇതിനെല്ലാം ചൂടുള്ള ഐറ്റംസ് ആണല്ലോ. സ്വതവേ അന്തരീക്ഷത്തിലും ചൂട്, ഭക്ഷണത്തിനും കൂടെ ചൂടാവും. മൊത്തത്തിലാകെ ഒരു ഇറിറ്റേഷൻ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ അങ്ങ് കഴിക്കാം എന്ന് വിചാരിക്കുന്നു. മറ്റേ കറുത്ത കടല കൊണ്ടുള്ള റോസ്റ്റാണ് അമ്മ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറ്. ഇതിപ്പോൾ വെള്ളക്കടല ഇരുന്നാരണം ഇത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കഴിച്ചപ്പോൾ ഒരു നല്ല ഡിഫറൻസ് ഫീൽ ചെയ്തു. എനിക്കിങ്ങനെ വ്യത്യസ്തമായ ഐറ്റംസ് ഒക്കെ കഴിക്കാനാണ് കേട്ടോ എപ്പോഴും ഇഷ്ടം. അപ്പോൾ ഞാനിന്ന് നമ്മുടെ ചിയാ സീഡ് പുഡിംഗ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാം എന്നൊക്കെ ഓർത്തിരുന്നപ്പോഴാണ് അമ്മ ഇത് ഉണ്ടാക്കി. എന്നാൽ പിന്നെ ഇതങ്ങ് കഴിക്കാമെന്ന് ഓർത്ത്. ഇവിടെ താന്നു വന്നിരുന്നെങ്കിൽ എനിക്ക് തോടായിരുന്നു. എനിക്ക് രാവിലെ വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് കുറേ നേരം ഇങ്ങനെ പ്രകൃതിയുമായിട്ട് ചുറ്റിക്കറങ്ങി നടന്ന് സംവാദം നടത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോഴും രാവിലെ ഇങ്ങനെ മരങ്ങളെ കാണാനും ചെടികളെ കാണാനും പൂക്കളെ കാണാനും ഇറങ്ങും. എനിക്കത് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അമ്മ അന്നേരം ബോഗൻവില്ലയുടെ കഥകളൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ് മന്ദാകിനി. 12 മണിയായി. ഗുഡ് മോർണിംഗ് അല്ല, 12 മണി നട്ടുച്ച സമയം പോയതാ. ഇത് എന്നാക്കി എഴുതി കൊടുത്തു വിടുന്നത്? ഒന്നുമില്ല, ഞാൻ അപ്പം എഴുതിയിട്ടുണ്ട് കസേരയുടെ പേരും വടയുടെ ആൾക്കാരുടെ ഇതും. പിന്നെ ഞാൻ 2 പാലും ഒരു ബ്രെഡും എഴുതിയേക്കണം. പോക്കറ്റിലൊന്ന് നോക്കിക്കേ ഉണ്ടോ എന്ന്. പോക്കറ്റ് തുറന്ന് നോക്കിക്കേ. എന്നാ മറ്റന്നാളത്തേക്ക് വേണ്ടേ? പാല് ഇതിൽ കുടിച്ചാലേ മൈക്കിൽ വീഴും. ഞാനപ്പോൾ ഒരു ഗ്ലാസ്സിലെടുത്തേച്ച് കുടിക്കാം. അല്ല, അല്ലാതെ കുടിച്ചോ? മൈക്ക് സൈഡിലാ. അല്ല, അങ്ങനെ എനിക്ക് പറ്റില്ല, ശരിയാവില്ല. മൈക്കിലേക്ക് അങ്ങനെ വീഴില്ല. വീഴുമില്ലെന്ന് പറഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫുൾ തണുത്ത വെള്ളം. തണുത്തത് അങ്ങനെ കുടിക്കരുത്, വയറിന് നീര് വീഴും. അല്ല, അങ്ങനത്തെ തണുപ്പല്ലല്ലോ. സമയം എന്തായെന്ന് കാണിക്കാട്ടോ. 11:30. ഞാനൊരു കുഞ്ഞി മാങ്ങ കഴിക്കാൻ പോവാണ്. ഇതേ മാങ്ങ കഴിക്കുമ്പോൾ ഇത് ഇങ്ങനെ വേണം കഴിക്കാൻ. ഇതേ കണ്ടോ, നല്ല കറക്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് തന്നെ കിട്ടി. ഇത് എനിക്ക് നല്ല മധുരമുള്ളതാണെന്നുള്ള റിപ്പോർട്ട് കിട്ടി. അമ്മയുടെ ഭാഗത്തു നിന്നാണ് റിപ്പോർട്ട് കിട്ടിയത്. ഇനി നമുക്ക് മാങ്ങ ചാറിന് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് പോവും കുറേ. നമുക്ക് കഴിക്കാം. നല്ല രുചിയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഞാനിപ്പോൾ സമ്മർ ഇത്രയും കടുത്തതിന് ശേഷം ഉണ്ടല്ലോ ചൂടുള്ള കാപ്പി ചായ ഒന്നും കുടിക്കാറില്ല. പകരം അതേ ഇതുപോലെ കോൾഡ് കോഫിയാണ് കുടിക്കുന്നത്. എനിക്ക് കോൾഡ് കോഫി വളരെ റിഫ്രഷിംഗ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഷുഗർ ഞാൻ ആഡ് ചെയ്യാറില്ല കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. ഇതുപോലൊരു ഗ്ലാസ് എടുക്കുന്നു, 1.5 ടീസ്പൂൺ കോഫി പൗഡർ ഇടുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രൂ ആണ്. കുറച്ചുകൂടി മൈൽഡ് ആണെങ്കിൽ ഇത്തിരി കൂടി കടുപ്പം കുറഞ്ഞു കിട്ടും കേട്ടോ. ഇതൊരു ഇത്തിരി ഇടുമ്പോൾ തന്നെ നല്ല കടുപ്പം ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ സ്വല്പം വാം വാട്ടർ ഒഴിക്കുന്നു. മധുരത്തിനായിട്ട് കുറച്ച് ഡേറ്റ് സിറപ്പ് ആഡ് ചെയ്യുന്നു. പിന്നെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ ഒരു പൊടിക്ക് ഉപ്പും കൂടി ഇടും കേട്ടോ. അത് നല്ല രസമാണ് അത് ഇടുമ്പോഴേക്കും. പിന്നെ ഇതുപോലെ ഞാൻ നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്യും. ഈ ബീറ്റർ അടിപൊളിയാണ് കേട്ടോ. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മേടിച്ചതാണ്. ഇപ്പോഴും നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. റീചാർജബിൾ ആണ്. 3 പൊസിഷൻസ് ഉണ്ട്. ഫസ്റ്റ് പൊസിഷനാണ് ഏറ്റവും കുറവ് സ്പീഡ്. സെക്കൻഡ് പൊസിഷൻ അതിനേക്കാളും കുറച്ചുകൂടി ഉണ്ട്. തേർഡ് പൊസിഷൻ നല്ല സ്പീഡാണ്. ബീറ്റ് ചെയ്യാൻ ഞാൻ സെക്കൻഡും തേർഡും പൊസിഷനാണ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ.
അടിപൊളിയാണ് കേട്ടോ സാധനം. പിന്നെ പ്രമോഷനൊന്നുമല്ല. പിന്നെ അതിനുശേഷം ഇത് നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യും. എന്നിട്ട് നല്ല ചില്ലായിട്ടുള്ള പാലാണ് ഈ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. പാല് പക്ഷേ ഇത്തിരി കുറവായി പോയിട്ടോ. ചിൽഡായിട്ടുള്ള പാല് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ നല്ല തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ്സ് ഇടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാലൊക്കെ ഇച്ചിരി നേരം പുറത്തെടുത്ത് വെച്ചാൽ തന്നെ അതിൻ്റെ തണുപ്പ് കുറഞ്ഞു തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നല്ല തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാൻ 2-3 ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് വയ്ക്കുന്നത് കേട്ടോ. അമ്മയ്ക്ക് വേണോ കോൾഡ് കോഫി? ഞാനിവിടെ ആഘോഷമായിട്ട് കോൾഡ് കോഫിയാണ് കുടിക്കുന്നത്. അമ്മ ഇവിടെ എന്നാ കുടിക്കണേന്ന് അറിയാതെ ഐസ് ഇട്ട വെള്ളം. ഇതൊന്നും പോരാഞ്ഞിട്ടാ അമ്മയ്ക്ക്. അത് തണുക്കാത്ത വെള്ളത്തിലേക്ക് നീ ഇതിൽ ഐസ് ഇട്ടപ്പോ ഞാൻ 2 ഐസ് എടുത്തിട്ടതാ. അങ്ങനെ കുടിക്കണം, തണുക്കാത്ത വെള്ളം കേട്ടോ. എന്റെ നല്ല ഹെൽത്തി കോൾഡ് കോഫി. ഇച്ചിരി കുടിച്ചോ. അമ്മ അതൊന്നും കുടിക്കില്ല, ഇഷ്ടമല്ല. അപ്പൊ നമുക്ക് ഇവനെ കുടിക്കാട്ടോ. പകുതിയേ ഉള്ളൂ. ഇവിടെ കോൾഡ് കോഫി ലവേഴ്സിന് ഞാൻ ആദ്യം തരുന്നു കേട്ടോ. നല്ല ഹെൽത്തി കോൾഡ് കോഫിയാണ്. എന്തൊരു റിഫ്രഷിംഗ് ആണെന്നറിയോ. രാവിലെ ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിയുമ്പോൾ തന്നെ ഒരു ശരീരം ഒന്ന് തണുക്കുന്ന പോലെ ഫീൽ ചെയ്യും. അത്രയും സുഖമാണ്. പ്രത്യേകിച്ച് കോഫി ലവേഴ്സിന് അറിയാൻ പറ്റും അതിൻ്റെ റിഫ്രഷ്മെൻറ്റ് എത്രയാണെന്നുള്ളത്. ശരിക്കും വിത്തൗട്ട് ഷുഗർ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ കാപ്പിക്ക് ഒരു കടുപ്പുണ്ടാവുമല്ലോ, അതൊന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ ഒരു കുറച്ചെങ്കിലും മധുരം വേണം, അല്ലെങ്കിൽ ഒരു ഫീൽ ഉണ്ടാവില്ല. അതാ വാട്ടുവീറ്റിൽ അമ്മ ആരോടും പറയാതെ എന്തൊക്കെയോ എടുത്ത് കഴിക്കണ്ട്. അല്ല, പക്ഷെ ഇടയ്ക്ക് വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ. നമ്മള് കണ്ടിന്യൂ ഷൂട്ടായിരുന്നു, അതുകൊണ്ട് ഞാനും കണ്ടു വേറൊന്നും കഴിച്ചില്ലാന്ന്. ഊണ് കഴിച്ചിട്ട് കഴിക്കാൻ ചെത്തിയത്. അപ്പം മധുരം കൊണ്ട് കുറച്ച് ഭാഗമൊക്കെ കേടുണ്ട്. മധുരം കൊണ്ട് അങ്ങ് അറിയാതെ കഴിച്ചു പോയതാ. ഇത് നമ്മുടെ അൽഫോൻസ മാങ്ങയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വീണ് കിട്ടുന്നതാ. കൂടുതലും കിളികളാ കഴിച്ചോണ്ട് പോണത്. വല്ലപ്പോഴും കിളി കൊത്താതെ ഇരിക്കണത് നമ്മള് മൂടൊക്കെ ഇങ്ങനെ ഇതായിട്ടൊക്കെയാ കിട്ടണ, ചതഞ്ഞും. കഴിക്കണുണ്ട്. മണടിച്ചു കഴിഞ്ഞാൽ ഇത് ആർക്കായാലും ഒന്ന് കഴിച്ചു പോകും. മാമ്പഴത്തിന് ഇതുപോലെ തന്നെ സമ്മർ ആയതുകൊണ്ടും മഴ അധികം പെയ്യാത്തത് കൊണ്ടും നല്ല മധുരം ഉണ്ടായിരുന്നു. ചൂട് അന്തരീക്ഷത്തിൽ നല്ല കടുത്ത് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഫ്രൂട്ട്സിനൊക്കെ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് നല്ല മധുരമാണെന്നുള്ളത്. സമയം 1:45 കേട്ടോ. എന്താണ് ഇവിടുത്തെ പരിപാടി എന്ന് കാണിച്ചു തരാം. തൂണിന്റെ അടുത്തിരിക്കുന്ന അമ്മ, കയ്യിൽ ഒരു താലം ഇരിപ്പുണ്ട്. താലത്തിൽ കുറെ കറികളും ഉണ്ട്. ചാറൊന്നുമില്ല എനിക്ക്. അതുകൊണ്ട് കുറെ കറികളുണ്ട്, വിഷമിക്കണ്ട. കടല റോസ്റ്റ് വരെ ഉണ്ട്, മീന്, ചമ്മന്തി, ചക്കക്കുരു, ഉണക്കേന്ന് മീൻ വറുത്തത്, സാലഡ്. പിന്നെ എന്ത് വേണം? ഒന്നും വേണ്ട, ഇനി അങ്ങ് കഴിച്ചാൽ മതി. അതെ, എക്കളെടുക്കണം. കഴിക്കട്ടെ കേട്ടോ. എന്റെ കാണിച്ചു തരാട്ടോ ഞാൻ കഴിക്കാൻ പോണത്. അതെ, അമ്മ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വേറെ പണിയിലായിരുന്നുണ്ട്. ഇതേ കണ്ടുണ്ടോ? ഞാൻ ഇതാണ് കഴിക്കാൻ പോണേ. എനിക്ക് ചെമ്മീൻ പിക്കിളുണ്ട് അഡീഷണൽ ആയിട്ട്. കടല റോസ്റ്റ് എടുത്തിട്ടില്ല. കഴിക്കട്ടെ, ഭയങ്കര ചൂട്. നമുക്ക് പോകാം, അതാ നല്ലത്. ഇപ്പൊ ഇനി സമയം 4. ചായ കുടിക്കണമെന്നില്ല, പക്ഷെ എന്തെങ്കിലും ഒരു എനർജി ഡ്രിങ്ക് വേണ്ടേന്ന് ഓർത്ത് ചായ 2 റസ്ക. എന്നാ ചൂടല്ലേ? ചൂട് കൊണ്ട് മഹാപ്രശ്ന, ഒന്നും പറയണ്ട. എല്ലായിടത്തും അതല്ലേ. നമുക്ക് ഇത്ര ഇപ്പൊ മറ്റു ഭാഗങ്ങളിലൊക്കെ തൃശ്ശൂര് അങ്ങോട്ടൊക്കെ ഭയങ്കര പാലക്കാട് ഇതൊക്കെ ഭയങ്കര ചൂടാന്ന് പറഞ്ഞു. 40 ഒക്കെ ഉണ്ടെന്ന് 40 കൊണ്ടൊക്കെ. അയ്യോ, നമുക്ക് അസാമാന്യ ചൂടാട്ടോ. ഞാൻ കഴിക്കാൻ പോണത് ഐസ് ആപ്പിൾ. അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ശരി, കുടിക്കട്ടെ കേട്ടോ. ഓക്കെ. ഞാൻ കണ്ടോ, പനന്നൊങ്കാണ് കഴിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് ഈ പനന്നൊങ്ക് വളരെ വീക്ക്നെസ്സാണ്. നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഇവിടങ്ങളിലൊന്നും അധികം കിട്ടാറില്ല. ഐസ് ആപ്പിൾ എന്ന് പറയും. ഐസ് ആപ്പിളിൻ്റെ കുറേ റെസിപ്പീസൊക്കെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെ തന്നെ കഴിക്കാനാണ് ഇഷ്ടം. ഒരു ഇച്ചിരി മൂത്തതുണ്ടായിരുന്നു. ഇളവനാണെങ്കിൽ സൂപ്പർ. ഞാൻ മേടിച്ചതിൽ ഒരു പാക്കറ്റ് ഫുൾ ഇളവനും ഒരു കുഞ്ഞു പാക്കറ്റ് മൂത്തതുമായിരുന്നു. 7 കാലമായിട്ടോ. ഞാൻ
ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേ ഇച്ചിരി മിസ്റ്റേക്ക് പറ്റി. ഗസ്റ്റുകൾ വന്നു, അതുകൊണ്ട് അത് അവിടെ ഇരുന്നു. അതുകൊണ്ട് പിന്നെ രണ്ടാമത് ഇതാക്കി എടുക്കണതാട്ടോ. സോസൊക്കെ എടുത്തോട്ടോ, ഇപ്പൊ തരാം. വേണോന്ന് തന്നെ ഇല്ല. എനിക്കും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ. എല്ലാവർക്കും ഉണ്ട്, നിനക്ക് മാത്രമല്ല. ഇത് ചൂടൂരുവാണോ ചൊറിഞ്ഞു തടിക്കണതല്ലേ ഇത്? ചൂടൂര് വന്നേ. എനിക്ക് ഇതുപോലെ തന്നെ ഇപ്പൊ വരുന്നുണ്ട്. ചൊറിഞ്ഞിട്ട് ഒരു നിവൃത്തിയില്ല. നിനക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട് ചൂട. അത് വേണ്ട, അത് വീണ്ടും വേർക്കും. ഞാൻ 7:30 ആയപ്പോൾ ഇതേ കഴിക്കാൻ പോണത് വ്യത്യസ്തമായ സാധനമൊക്കെ. ഇനി എനിക്ക് ഡിന്നർ ഇല്ല കേട്ടോ. മാമ്പഴ ഷേക്കും എല്ലാം കഴിക്കാം കുറച്ച് കഴിയുമ്പോഴേ വിശക്കുവാണെങ്കിൽ. അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഡിന്നർ. ഇനി നോ ഡിന്നർ. ഷേക്ക് എടുക്കണമെങ്കിൽ തണുത്ത പാലില്ലായിരിക്കും. പാൽപ്പൊടി ഇട്ട് ചെയ്യാം. അല്ല, പാലുണ്ട്, അത് കുഴപ്പമില്ല. തോന്നുവാണെങ്കിലുള്ളൂ, അല്ലെങ്കിൽ വേറെ പ്രത്യേകിച്ചൊന്നും കഴിക്കില്ല. അമ്മ ഇച്ചിരി പാസ്ത കഴിച്ചോ? ഒരു സ്പൂണെല്ലാം വെച്ചാൽ മതി. വൈകിട്ട് കാപ്പി കുടി ഉണ്ടോ? വൈകിട്ട് കുടിയൊന്നും ഇല്ലേ? ഞാൻ 4 മണിക്ക് ചായ കുടിച്ചു. അത് കഴിഞ്ഞ് 2-3 കഷ്ണം മാമ്പഴം തിന്നു. ഇനിയിപ്പൊ എനിക്ക് കഴിക്കാൻ പറ്റില്ല, ഇത്രയും വൈകി. ചോറിന മാമ്പഴം തിന്നായിരുന്നു ഇടയ്ക്ക്. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്കൊരു ആശ്വാസമായത്. ഞാനിവിടെ ചൂട്ടെടുത്ത് പഴുത്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചൊറിച്ചിലൊക്കെ തുടങ്ങിയെന്നേ. ഈ വേർത്തിട്ടേ വല്ലാത്തൊരു പ്രശ്നം തന്നെ. അമ്മ കുളിച്ച് കഴിഞ്ഞുകൊണ്ട് അമ്മ ഹാപ്പി ആയിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ. അത്താഴത്തോടു കൂടി ഇന്ന് വിട വാങ്ങുവാണ് ഞാൻ. എനിക്ക് അത്താഴം ഉണ്ണോന്നില്ല, പക്ഷെ അത്താഴം ഉണ്ടില്ലെങ്കിൽ ആകെ കിടപ്പിടും. കാലത്തെ കടല, മീൻ വേവിച്ചത് ഇഷ്ടം പോലെ കലത്തിലുണ്ട്. ഞാൻ എടുക്കാഞ്ഞിട്ടാട്ടോ. സ്വല്പം പിക്കിള, മീൻ വറുത്തത് ഇല്ലായെന്നേ ഉള്ളൂ. പിക്കിളൊന്നും എനിക്ക് വേണ്ട. അതുപോലെ മീൻ വെച്ചത് ചട്ടിയിൽ മുഴുവനും ഇരിപ്പുണ്ട്. ഞാൻ ഒരു കുഞ്ഞു കഷ്ണം എടുത്തോളൂ, വേറെ ഒന്നും എനിക്ക് വേണ്ട. പിന്നെ തൈരും മൂരിയൊക്കെ ഉണ്ടാവുന്നു, എനിക്ക് വേണ്ടാഞ്ഞിട്ട് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഉണ്ണുക. കിടക്കമരിങ്ങില്ല അല്ലേ? ഓ എന്റെ ദൈവമേ, ഞാൻ ഇനി കഴിക്കുമോന്ന് അറിയില്ല പാസ്ത കഴിച്ച കാരണം. കുറച്ച് കഴിയുമ്പോ പാല് ഫ്രിഡ്ജിലുണ്ട്. അപ്പൊ ഒരു മാംഗോ ഷേക്ക് കുറച്ച് കഴിയുമ്പോ കഴിക്കാം. പൊട്ടിച്ചെടുക്കണം. പൊട്ടിച്ചു ബാക്കിയുള്ള പാല് കപ്പിലവിടെ വെച്ചാൽ മതി. ഓക്കെ, ബൈ ബൈ, സീ യു. വാട്ട് വി ഈറ്റ് ഇൻ എ ഡേ. എല്ലാവരും എൻജോയ് ചെയ്തോ? നിങ്ങൾ എന്നാക്കിയാണ് സമ്മറിൽ സ്പെഷ്യൽ ആയിട്ടുള്ളത് കഴിക്കണേന്ന് പറയണേ. ബൈ 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 ബൈ. അപ്പോൾ വൈകിട്ട് ഞാൻ വിചാരിച്ചു മാമ്പഴമൊക്കെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ പാലും ഉണ്ടായിരുന്നു. നല്ല തണുത്തത് എന്തെങ്കിലും കഴിക്കാനുള്ള മൂഡാണെന്ന് ഇപ്പോൾ ഉള്ളത്. പിന്നെ പനനൊങ്കും ഒരു ഇത്തിരി ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പനനൊങ്ക് കഴിക്കാൻ, കുറച്ച് ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ എന്നാൽ പിന്നെ മാമ്പഴ ഷേക്കും കഴിക്കാനാകുമ്പോൾ പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ ആദ്യം തന്നെ ഷേക്കായിട്ട് അങ്ങ് തിക്കായിട്ട് നല്ല തണുപ്പിച്ച് അങ്ങ് അടിച്ചു വെച്ചു കേട്ടോ. അതിനുശേഷം പനനൊങ്ക് എടുത്തിട്ട് അതിങ്ങനെ തൊലി കളയണം. ഈ മൂത്തതാണെങ്കിൽ തൊലി കളയാൻ ഇത്തിരി പാടാ. ഇപ്പം ഇരിക്കുന്നത് മൂത്തതാണ്, ഇളവനൊക്കെ ഞാൻ കഴിച്ച് തീർത്തു. അപ്പോൾ ഈ മൂത്തത് കഴിക്കാൻ ഇച്ചിരി പാടാ. അതുകൊണ്ട് ഞാനതെടുത്ത് അരിഞ്ഞ് നമ്മുടെ ഷേക്കിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഐസ് ക്യൂബ്സ് ഇട്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഐസ് ക്യൂബ്സും കൂടി ഇട്ടാൽ കുറച്ചുകൂടി തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയേനെ. അതാണ് ഞാൻ ഇന്ന് വൈകിട്ട് കഴിച്ചത് കേട്ടോ. പിന്നെ ഇടയ്ക്ക് വൈകുന്നേരം പാസ്ത കഴിച്ചതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വയറ് അത്യാവശ്യം ഫില്ലിംഗ് ആണ്. പിന്നെ ഇത് രാത്രി വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ദഹിക്കുന്ന ഒരു സാധനമാണല്ലോ ഇത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ലിക്വിഡി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിച്ചങ്ങ് അവസാനിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം കഴിച്ച സംഗതികൾ. അപ്പോൾ ചൂട് കാലം ഇത്രയും കടുത്തത് കാരണം ഒരുപാട് ആഹാര രീതിയിലൊക്കെ എൻ്റെ മാറ്റം വന്നിട്ടുണ്ട്. എപ്പോഴും തണുത്തത് കഴിക്കാനുള്ള ഒരു ടെംപ്റ്റേഷനാണ്. എന്ത് ചെയ്യാനാ, ഈ ഒരു കാലാവസ്ഥയും നമ്മൾ കടന്നു പോയാലേ പറ്റുള്ളൂ. അപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ പെട്ടെന്ന് മഴ വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഏപ്രിൽ കഴിയാറായല്ലോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ നമുക്ക് നാളെ കാണാം. ബായ്.